ഹായ് സുന്ദരി. ഓക്കെ, പല്ലേക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സീസൺ 5 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിത് ഇന്ന് മൺഡേ ആണ്. മൺഡേ മുതൽക്ക് സൺഡേ വരെ വ്ളോഗ് ചെയ്യും. എന്നിട്ട് അടുത്ത മൺഡേ മുതൽക്ക് സൺഡേ വരെയാണ് കേട്ടോ ഇടുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് അടുത്ത ആഴ്ചയാവും ഇടുണ്ടാവുക. ആ ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മൺഡേത്തെ ഡേ ഇൻ മൈ ലൈഫ് ഡേ 1 എന്ന് പറയുന്നത് മൺഡേ തന്നെയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഇതെന്താ ഇങ്ങനെ ഇന്നെടുത്തിട്ട് ഇന്ന് തന്നെ ഇട്ടോ എന്നുള്ളത്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഈ ആഴ്ചയാണ് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ചയാണ് ഇടുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്ത് സ്വസ്ഥമായിട്ട് അങ്ങനെ ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് സീസൺ 5 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ 6:30 എണീറ്റത്. 6 മണിക്കാണ് എല്ലാം വെച്ച് സ്നൂസ് ചെയ്തപ്പോൾ 6:30 എണീറ്റത്. ഞാൻ ഫസ്റ്റ് ആണ് ഫുൾ കിച്ചൺ പരിപാടി ഞങ്ങൾ തീർക്കാൻ പോവാം. പിന്നെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവക്കുട്ടിയെ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു റുട്ടീൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. ആദ്യം തന്നെ ഇന്ന് ദോശയാണ് കേട്ടോ. മാവരച്ചതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കിന്ന് ദോശ, ഇന്നലെ ഉണ്ടാക്കിയ മഷ്റൂം കറി ഉണ്ട്. മഷ്റൂം കറിയും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയിലേക്കും കൂടി ഒരു കറി വെച്ചാൽ മതി. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് അടുക്കളയിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അധികം കുക്കിങ്ങും കാര്യങ്ങളൊന്നും. ആദ്യം എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കട്ടെ. ബോട്ടിൽസിലൊക്കെ കുടിക്കാനുള്ള വെള്ളം നിറച്ച് വെക്കാച്ചിട്ടാണ്. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാം. ഇന്നത്തിൽ ഞാൻ നാരങ്ങയും പിന്നെ ഹണി ഒഴിക്കാനാണ് വിചാരിക്കുന്നത്. ഞാനിതിനെക്കാട്ടിലും മുന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മെലിയാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത് കുറിച്ച് മെലിയെന്ന് പറയുന്നുണ്ട്, അതും എനിക്കറിയില്ല കേട്ടോ സത്യമാണോ എന്നുള്ളത്. പക്ഷേ ഇത് കുടിച്ചാൽ എനിക്ക് വയറിനൊരു സുഖമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കണമെന്നേ ഉള്ളൂ. ഇത് ഭയങ്കര ഹെൽത്തി ആണോന്നോ അതോ ഇതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടോ, കുറേ പേര് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, കുറേ പേര് നല്ലതല്ല എന്നും പറയുന്നുണ്ട്. 6 മണിക്ക് തുടങ്ങിയ കിണിന്നാണ്. ഇതിനെ ഞാൻ എത്ര ഓഫ് ചെയ്തിട്ടും ഇത് പിന്നെയും 10 മിനിറ്റ് ഓടുമ്പോൾ സ്നൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ സെറ്റിങ്ങിൽ എന്തോ മാറ്റം വരുത്തണം എന്ന് തോന്നുന്നുണ്ട്. ഇത്രയും ആത്മാർത്ഥത നമുക്ക് ആവശ്യമില്ല അല്ലേ. ഒരു തവണ അലാം വെച്ചത് ഇപ്പോഴേ 7 മണിയാവാറായി. ഇങ്ങനെ കിണി പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അതേ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഫോളോ ചെയ്യണമെന്നല്ലാട്ടോ പറയണത്. കാരണം ഞാൻ കുറച്ചധികം പേര് കമൻറ്റ് സെക്ഷനിൽ പറയണുണ്ട് ഇത് കുടിക്കരുത്, ഇത് മെലിഞ്ഞു പോകും അങ്ങനെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് പക്ഷേ പേഴ്സണലി വയറിനൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുടിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് പേര് ഈ സ്പൂൺ എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് സെലക്ട് കോസ്റ്റ് മേടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഏതിലാണ് കിട്ടണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇൻ കേസ് ആമസോണിൽ നോക്കിയിട്ട് ഇതുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം. നല്ലതാട്ടോ. ഇതിൻ്റെ വാലിങ്ങനെ ഭയങ്കര നീളമുള്ളത് കാരണം നല്ല രസം അത്. അപ്പം ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി. കുറച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ 2 നേരത്തേക്കുള്ള കറിയും ഉച്ചയ്ക്കും ഇന്ന് രാത്രിയിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റുകയും ചെയ്യും. എനിക്ക് ഇങ്ങനെ വെറുതെ ഗ്രീൻ പീസ് കഴിക്കുന്നത് ഇഷ്ടം. ഈ അമ്മേൻ്റെ കയ്യിൽ ഈ ആമസോണിൽ മേടിച്ച പീലറാട്ടോ. നല്ല മൂർച്ചയതിന് പെട്ടെന്നാവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം. കയ്യിൽ തട്ടുന്നത് നമ്മൾ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിയാട്ടോ. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ഒരു ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു തക്കാളി സവോളയും നുറുക്കാം കേട്ടോ. നമുക്കിത് വഴട്ടിയിട്ട് നമ്മുടെ കറി ആകുമ്പോൾ അതും കൂടി മിക്സ് ചെയ്യുക. അത്ര തന്നെയുള്ളൂ. നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കില്ല. ഇതിപ്പോൾ നമ്മൾ 2 വിസിൽ കേട്ടോ, അത്ര മതി. അപ്പോഴേക്കും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഗ്രീൻ പീസാണ്. ഇപ്പോൾ ഞാൻ സിമ്മിൽ വെച്ചിരിക്കുക. ഇപ്പോൾ ഓഫ് ചെയ്യാറാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസിന് വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി നോക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചുള്ളൂ കേട്ടോ പ്രോൺസ്. ഇത്രയേ ബാക്കിയുള്ളൂ. ഒരു നേരത്തേക്ക് കഷ്ടിയുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഓൾറെഡി തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് പുരട്ടി വെച്ചിട്ടില്ല. ബാക്കി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് വേവിക്കണം അത്. എന്നിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അയ്യോ വെള്ളം തിളച്ചു. ഇത് ഓഫ് ചെയ്ത് നമുക്ക്. അപ്പോൾ ഈ ചെമ്മീനിലേക്ക് ഉണ്ടല്ലോ നമ്മൾ എല്ലാ മസാലകളും, നമ്മൾ യൂഷ്വൽ മസാലാസില്ലേ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക്, പിന്നെ കരിവേപ്പില, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ മസാലകളെല്ലാം. നമ്മൾ ഓൾറെഡി ആകെ ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി മസാലകൾ എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വെള്ളം കുടിക്കാന്ന് പറയണത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല.
പ്രത്യേകിച്ച് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഇതൊക്കെ സമയമൊക്കെ കണക്കാക്കി ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, ടൈം ടേബിൾ പോലെ കുടിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇഷ്ടമല്ലെങ്കിലും പിന്നെ വെള്ളം കുടിക്കാൻ വിട്ടുപോവുക കേട്ടോ. വെള്ളം കുടിക്കണം. അപ്പോൾ ഇതാ ചെമ്മീൻ അടച്ചു വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിക്കാം, പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, സവോള, 2 പച്ചമുളക്. അപ്പോൾ നമുക്ക് ചെമ്മീനിലേക്ക് വേണ്ട ഒരു സവോള മതി കേട്ടോ, അധികമൊന്നും ഇല്ലല്ലോ. നമുക്ക് നെയ്യിലാക്കിയിട്ട് ഇങ്ങനെ നീളനെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള ഗരം മസാല ഇട്ടിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് കേട്ടോ, പക്ഷെ അത് നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം എന്നുള്ളത് നോക്കാം. എന്താ വറ്റി വരുന്നു. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുമുണ്ട്. അടിപൊളി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം നന്നായി വറ്റി വരും. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് സവോളയും ചെറിയുള്ളി ഇടാം. ശരിക്ക് ചെറിയുള്ളി ഞാൻ എന്തായാലും ഇങ്ങനെ തെറ്റിച്ച് പറയണം. സവോളയും പിന്നെ പച്ചമുളകാണ് ഇട്ടുള്ളത്. ചെറിയുള്ളി ആണെങ്കിലാണ് കൂടുതലും നന്നാവുക. പക്ഷേ നമ്മുടെ കയ്യിൽ അത്ര ചെറിയുള്ളി ഇല്ല. രണ്ടാമത് ഞാൻ മടിച്ചുമാണ്. എപ്പോഴും എനിക്കിത്രയും ചെറിയുള്ളി നന്നാക്കി എടുക്കാൻ മടിയാവും, കണ്ണത്തിന് അറിയും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ആണെങ്കിൽ ഇടാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചെമ്മീനിൽ ആഡ് ചെയ്ത് ഉപ്പിനനുസരിച്ചിട്ട് കേട്ടോ. ഇത് കുറവാണെങ്കിൽ മാത്രം ഈ സവോളയിലും കുറച്ച് ഉപ്പ് ചെയ്യും. അപ്പോൾ ഈ സവോള നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ പ്രോൺസ് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ആവട്ടെ, നല്ല ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഗ്രീൻ പീസ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്യാത്ര തന്നെയുള്ളൂ. 2 നേരത്തേക്ക് ഈസിലി ഉണ്ട്. അധികമായോ വരുമേ, ചിലപ്പോൾ ഈ നാളേക്ക് ഉച്ചയ്ക്കും കൂടി വരുമാവും. 2 നേരത്തിൽ തീർന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതേ നമ്മൾ ഗ്രീൻ പീസ് കറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതും ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ അപ്പോൾ നമ്മുടെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ദോശ ഉണ്ടാക്കിയാൽ മതി. പാലിതേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ദോശ പിന്നെ കഴിക്കണം ആ സമയത്ത് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. രാവിലെ ദോശക്കുള്ള കറി ഇന്നത്തെ മഷ്റൂം കറി ബാക്കിയുണ്ട്. അപ്പോൾ ദോശയും മഷ്റൂം കറിയും കൂടി കഴിക്കാൻ വെച്ചിട്ടാണ്. ഉച്ചക്കലേക്കുള്ളത് ഫ്രൈഡ് റൈസും പ്രോൺസ് ഫ്രൈയും പിന്നെ ഗ്രീൻ പീസ് കറിയും ആയിട്ടുണ്ട്. രാത്രിയിലേക്ക് ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഇതും ഗ്രീൻ പീസ് കറി കുറച്ച് എന്തായാലും ബാക്കിയുണ്ടാവും. പിന്നെ ഇടനേരത്തേക്ക് ബ്രെഡ് ഉണ്ടാവും. നമുക്ക് ബ്രെഡ് കഴിക്കാം ഇടനേരത്ത്. അപ്പോൾ എല്ലാം സോർട്ടഡ് ആണ്. വിചാരിക്കാം ഒരു പഴം കഴിക്കാൻ വിചാരിക്കാം. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുകയും ചെയ്യാം. ഇന്നലെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു വീക്കിൽ ചെയ്യേണ്ടതൊക്കെ ഏകദേശം ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. നമ്മുടെ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരു ചെടിയുടെ കാര്യം എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ചിലതൊക്കെ നന്നായിട്ട് തന്നെ വളരുന്നത്. അയ്യോ ഇത് ഇവിടെ വല്ലതും കരിഞ്ഞു പോയോ. ബാക്കി ചിലത് നശിച്ചുപോയി. ആ പാം ട്രീ ഒക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതൊക്കെ നശിച്ചുപോയി. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഞാൻ നനയ്ക്കലൊക്കെ ഉണ്ട് നോക്കിയിട്ട്. മുന്നത്തെ പോലെ ഇങ്ങനെ അച്ചരം കുച്ചരം നനയ്ക്കുന്നില്ല. ആവശ്യമില്ലാത്ത അത്ര മാത്രമേ നനയ്ക്കുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ച് ചട്ടിയൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം പോയിട്ട് ചെടി മേടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ നോക്കാം. കുക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ ആണ്. പിന്നെ മീഷോ ഹോൾ എഡിറ്റ് ചെയ്യണം. അത് മിക്കവാറും ഇമ്മക്കുട്ടിയുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മീഷോ ഹോൾ ഷൂട്ട് ചെയ്യാൻ വേണം. അതായത് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് അത് ഷൂട്ട് ചെയ്യണം. അത് ഉച്ചയ്ക്ക് ശേഷം ആവാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇമ്മക്കുട്ടിയുടെ പഠിക്കണതും. ഇന്നിപ്പോൾ ഇത്രേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പം ഇന്നെന്തായാലും വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് വീഡിയോ ഇടണില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫുൾ ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 ദിവസമെങ്കിലും എന്തായാലും ഇട്ടിട്ടുണ്ട്. വ്ളോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു ദിവസം ബ്രേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നാളെ മീഷോ ഹോളാണെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് മിക്കവാറും ഒരു വ്ളോഗായിരിക്കും. അത് കഴിഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി. എൻ്റെ കയ്യിൽ 2 ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അത് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും അപ്രിപ്പറേറ്റഡ് എല്ലാം കൂടി ഇപ്പിട്ട പിന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ എപ്പോഴും ബാക്കപ്പ് ആയിട്ട് വെക്കും. ആക്ച്വലി ഫെബ്രുവരി മാസത്തെ കണ്ടന്റ് ആണ് കേട്ടോ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. റിസോർട്ട് വ്ളോഗ്, 1 വീക്ക് ഓഫ് ഡെയിലി വ്ളോഗിങ്. എനിക്ക് ഈ ആഴ്ച കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ ഈ വ്യാഴാഴ്ചയാണ് റീമ കലിംഗ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഉണ്ട് ഈ ആഴ്ച.
പിന്നെ യങ് ലുക്കിംഗ് സ്കിന്നിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ചെയ്യണം വിചാരിക്കുന്നത്. അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താ പറയേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ ചിറ്റ് ചാറ്റ്, യൂട്യൂബ് Q&A, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ റിസോർട്ട് വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ 1 വീക്ക് ഓഫ് ഡെയിലി വ്ളോഗിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെ മുതൽ നമുക്ക് തുന്നാനും തുടങ്ങണം കേട്ടോ. വ്യാഴാഴ്ചയല്ലേ, ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ. എൻ്റെ ദൈവമേ, 2 ദിവസം കൊണ്ട് എനിക്കിപ്പോൾ കുറേ തുന്നാനുണ്ട്. റീമ കല്ലിങ്ങലിൻ്റെ 10 ലുക്സാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്യണത്. ഇന്നത്തെ ഫസ്റ്റ് ലുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻഡിഗോ സാരി ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇയറിങ്സും കിട്ടിയിട്ടുണ്ട്. ഫ്ലോറൽ യെല്ലോ സാരി അതും കിട്ടിയിട്ടുണ്ട്, അതും ശരിയായിട്ടുണ്ട്. ബ്ലാക്ക് സീക്വൻസ് ഡ്രസ്സ് അത് ശരിയായിട്ടില്ല കേട്ടോ. അതെനിക്ക് തുന്നണം, ഇനി സാരി വെട്ടിയിട്ട് തുന്നണം. ഇതൊക്കെ എല്ലാം കൂടി എപ്പോൾ നടക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ഒരു ഗ്രീൻ സാരി ലുക്ക് ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട് എല്ലാതും. പക്ഷേ അതിൻ്റെ ബ്ലൗസ് ഓൾട്ടർ ചെയ്യാനുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് അത് ഇന്ന് ചെയ്യാം കേട്ടോ. പിന്നെ ഓറഞ്ച് സാരി ലുക്ക് കംപ്ലീറ്റ് ആണ്. വൈറ്റ് ഡ്രസ് വിത്ത് ജാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കളർഫുൾ സാരി ലുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കേർട്ടും ടോപ്പ് ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. സാരി വെട്ടി തുന്നാനുള്ളത് അതൊന്നും ആയിട്ടില്ല. അതേപോലെ ഇതിൻ്റെ ഇയറിങ്സ് ഉണ്ടാക്കണം, അതും ഒന്നും ആയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ചെയ്യണം. പിന്നെ പ്ലീറ്റഡ് സ്കേർട്ട് ലുക്ക് അത് ഓൾമോസ്റ്റ് റെഡിയാണ്. അങ്ങനെ 10 ലുക്സാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഞാനിത് ഒരു കണ്ടിൻജൻസിക്ക് വേണ്ടി 10 ലുക്സ് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇൻ കേസ് നടന്നില്ലെങ്കിൽ ഞാൻ 2 കട്ട് ചെയ്ത് 8 ലുക്സേ ചെയ്യേണ്ടാവുള്ളൂ കേട്ടോ. ഇല്ല, മേക്കപ്പ് ലുക്ക് അധികം കാര്യമായിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും എല്ലാ ലുക്സും കൂടി ചേർത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഈ ആഴ്ച ഭയങ്കര ക്രൂഷ്യലാണ് കേട്ടോ. അയ്യോ, എനിക്ക് ടെൻഷനായിട്ട് വയ്യ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1 വീക്ക് ഓഫ് ഡെയിലി വ്ളോഗ് ചെയ്യിക്കണം മടിച്ചിരിക്കുകയായിരുന്നു. കാരണം കുറേ ഉണ്ട്, ഒത്തിരി ഹെക്ടിക്കാണ്. അപ്പോൾ വേറെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ അങ്ങോട്ട് തള്ളിപ്പോവും. ചില ഡെഡ് ലൈൻസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര പിന്നെ സ്ട്രെസ്ഫുള്ളാണ്. പക്ഷേ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു 1 വീക്ക് ഓഫ് ഡെയിലി വ്ളോഗിങ് ചെയ്യാനായിട്ട്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണം. അപ്പോൾ എനിക്ക് ചെയ്യുമ്പോൾ നല്ല സന്തോഷം. ചെയ്യണ വരെ എനിക്ക് കുറച്ച് സ്ട്രെസ്സാണ്, പക്ഷെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് 1 വീക്ക് ഓഫ് ഡെയിലി വ്ളോഗിങ് ചെയ്യാൻ പറഞ്ഞതിന്. അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഒക്കെ റെഡിയാണ്. ഒരു പഴം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ പഴം കഴിക്കും. നമ്മുടെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിറഞ്ഞാണ് ഇരിക്കണത്. 2 ദിവസമായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അരമണിക്കൂറിൽ ഇതായി. അപ്പോൾ അതേൻ്റെ മേലഴുകൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ തല ഒളിച്ചിട്ടില്ല, ഇന്നലെ തല ഒളിച്ചതാണ്. രാവിലത്തെ ഈ സ്കിൻ കെയർ മിക്കവാറും സമയം ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ ഞാൻ ഒന്നും ചെയ്യാറില്ല. മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഉണ്ടാവാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ രാത്രിയിലത്തെ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. രാത്രിയിലത്തെ സ്കിൻ കെയർ ഞാൻ അടിപൊളിയായിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാ ദിവസവും ചെയ്യും. ഇപ്പം ഞാൻ ഇന്ന് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതേ കണ്ടോ, ഇത്രയും കൂടിയേ ഉള്ളൂ. ഞാൻ ഓൾമോസ്റ്റ് ഒരുവിധമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഇനി സൺസ്ക്രീൻ കേട്ടോ. സൺസ്ക്രീൻ ഇത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ്, ഡെർമാക്കോ സൺസ്ക്രീൻ. ഇതൊരു സിലിക്കോണി ടെക്സ്ചർ ആയതുകൊണ്ട് ആക്നെ പ്രോൺ സ്കിന്നുള്ളവരൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ ആക്നെ വരാൻ ചാൻസ് ഉണ്ട്. ചിലർക്ക് ഇങ്ങനത്തെ സിലിക്കോണി ടെക്സ്ചർ ഒട്ടും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മതി. അതല്ലെങ്കിൽ എന്നെപ്പോലെ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം കേട്ടോ. മുടിയൊന്ന് പൊക്കി കെട്ടി വെക്കാം. ഞാൻ മെടഞ്ഞിട്ടിരുന്ന ഞാൻ ഊരി, എനിക്ക് ദേഷ്യം വരാൻ മെടഞ്ഞിടും. ഈ കുന്ത എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ടേ. അപ്പോൾ ഈ മക്കുട്ടി എണീറ്റല്ലോ. അപ്പോൾ ഇത് കെട്ടി വെക്കാം നമുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്നില്ല, ഇത് ആമസോണിൽ നിന്ന് വന്നത് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു സെറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു 2 സെറ്റായിട്ട് മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ അത് 2നും കൂടി ഓർഡർ കൊടുത്തപ്പോൾ ദേ വരുന്നു ഇത്ര എണ്ണം. എനിക്ക് ഇത്ര എണ്ണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചെണ്ണം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത്തവണത്തെ ഗിവ് അവേയിൽ ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ബാൻഡ്സ്. 2-3 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതിൽ ഏത് എടുക്കണ്ടേന്ന് എനിക്കൊരു പിടുത്തില്ല. നമുക്ക് ഇന്നിട്ടാലോ? ഇടാല്ലേ? എണീറ്റോ? ഗുഡ് ഗേൾ. അമ്മ വ്ളോഗ് ചെയ്യാണ്. അച്ഛനും ഗുഡ് മോർണിംഗ് പറയട്ടോ. ഗുഡ് മോർണിംഗ്. എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇപ്പതേ 9 മണി കഴിഞ്ഞു കേട്ടോ. നമ്മള് വൈകി. നല്ല ദോശ, എന്നിച്ചൊത്ത ദോശ, അച്ചമാവും പുളിച്ചമാവും കടലക്കി ചുട്ട ദോശ. ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? പൈനാപ്പിളും കട്ട് ചെയ്ത് വെക്കാം. ഒരു മാങ്ങയും കൂടി ബാക്കിയുണ്ട് കേട്ടോ നാട്ടിൽ നിന്നുള്ളത്. ഇതും കട്ട് ചെയ്ത് വെക്കാം. കുട്ടിയുടെ ആനദോശ എങ്ങനെയുണ്ട്? ഞാൻ ഈ ദോശ കഴിക്കുന്നു. അത് മുക്കുട്ടിയുടെ ഗുഡ് മണി ആനദോശ അല്ലേ?
അതെ, അമ്മയുടെ അല്ല, അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ദോശയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കറി ഇന്നലത്തെ കറിയാണ് കേട്ടോ. ഇത് മഷ്റൂം പനീർ കറിയാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ, തുണി തോരയിടണം കേട്ടോ. ഇപ്പൊ തന്നെ 10 മണി. ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കേ. ഇത് കണ്ടോ, നമ്മുടെ പുതിയ പുതപ്പാണ് കേട്ടോ. അത് മീഷോന്ന് മേടിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാ. 600 രൂപ കേട്ടോ. പക്ഷെ രസമുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഇത് എനിക്കറിയില്ല കേട്ടോ, കഴുകി കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താവും എന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ കിട്ടിയ ഉടനെ തന്നെ വെയിലത്ത് ഒരു 2 ദിവസത്തോളം വെയിലത്തിട്ടിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കണത്. കഴുകിയിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേണ്ടോ, നല്ല സോഫ്റ്റാണ്. നല്ല രസമായിട്ടുള്ള സെൽഫ് പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും കുട്ടിയും കൂടിയിട്ട് ഇത് വെച്ചിട്ടാണ് കേട്ടോ പുതയ്ക്കുന്നത്. നല്ല സുഖം അത് ചെയ്യോ. അപ്പോൾ തുണി മടക്കി വെക്കാറുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പുതപ്പും കൂടി മടക്കിയിട്ട് ക്ലാസ്സിന് ഇരിക്കാം. മുന്നേ നമുക്ക് ചെടി നനയ്ക്കണം കേട്ടോ. അയ്യോ, അത് വിട്ടില്ലേ. മീറ്റിംഗ് ആയിട്ടാ കഴിഞ്ഞോ? എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞോ? ഏട്ടന് നാളെ ഒഴിവാ, ഇമ്മക്കുട്ടിക്ക് ഒഴിവില്ല. ഇമ്മക്കുട്ടി വാടാ. ഇത് ഇമ്മക്കുട്ടിയുടെ പെൻസിലിന്റെ ഇതല്ലേ. ഇതിന് ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം നനയ്ക്കാറുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര കുഞ്ഞായിരുന്നു കേട്ടോ വെച്ചപ്പോ. ഇങ്ങനത്തെ ഒരു കുഞ്ഞി തണ്ടെന്ന് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാ. ഏതാ? ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ടായിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് വേറൊരു കമ്പ് ഈ വെള്ളത്തിലിട്ട് വെക്കാം. അതിപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിലേക്ക് കൊണ്ടുവന്ന് ചുമരുമ്പിലേക്ക് ഇങ്ങനെ ആക്കണ രീതിയിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര കുഞ്ഞായിരുന്നു, ഇത്രയും ഉള്ളായിരുന്നു കൊണ്ടുവന്ന് വെച്ചപ്പോൾ. ഇത് ഇതിപ്പോൾ നന്നായിട്ട് വലുതായത്. ഇപ്പോൾ പുതിയ ഇലയും വരുന്നുണ്ട്. കുട്ടി എഴുത്തിലാണ്, അയാൾ കഥ എഴുതുകയാണ്. ഇതൊരു സന്തോഷക്കുറവ് അല്ല, സന്തോഷക്കുറവ്. ക്ലാസ്സിൽ കയറിയപ്പോഴാണ് ഞങ്ങൾ ഓർത്തി ഇന്ന് റെഡ് ഡ്രസ്സാ വാലന്റൈൻ സ്പെഷ്യല്. ഞങ്ങള് ഓട്ടി അപ്പൊ തന്നെ വേഗം വീഡിയോ ഓഫ് ചെയ്ത് റെഡ് ഡ്രസ് ഒക്കെ ഇട്ട് ഇരിക്കാം. നാളെ ബ്ലൂ ഡ്രസ്സാണ്. ഇന്നുകുട്ടി ഓർക്കണേ, നാളെ ബ്ലൂ ഡ്രസ്സാണ്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ അവിടെ അറ്റൻഡൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുൾ ടൈം ക്ലാസ്സിന് ഇരിക്കുക. കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അല്ലെ ഏട്ടൻ കഴുകി തന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് തിട്ടൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. അത് ക്ലാസ് കഴിഞ്ഞിട്ടാവാം. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് എഡിറ്റും ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ വെള്ളം എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കുക, കുടിക്കാൻ. ബയോട്ടിൻ്റെ പൊടിയാണ്. ഞാനിപ്പോൾ പുതിയത് മേടിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങണേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഞാൻ പണ്ട് ഒരു 6-7 മാസം മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. ആ സമയത്ത് കുറച്ചും കൂടിയൊക്കെ മുടി കൊഴിച്ചിൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ എങ്ങനെ എന്താണെന്നൊന്നും. പക്ഷെ ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതാണ് ഞാൻ കണ്ടത് ആമസോണിൽ നോക്കിയപ്പോൾ. ഓസിവ തന്നെ. ഓസിവ ഞാൻ പിന്നെ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യണ കാരണം ഒരു ധൈര്യത്തിൽ മേടിച്ചു. പാടില്ല, വാലന്റൈൻസ് കാർഡ്. ഇന്നത്തെ ക്രാഫ്റ്റ് ആയിരുന്നു. മിക്ക ദിവസം എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യിക്കും. നാളെ എന്താണ്? നാളെ എന്തെങ്കിലും ബ്ലൂ ഡ്രസ് ഉണ്ട് കേട്ടോ. നാളെ ബ്ലൂ, മറ്റന്നാൾ ഏത് കളറിലുള്ള ഡ്രസ്സ് വേണമെങ്കിലും ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എഡിറ്റിംഗ് ഒന്നും ആയില്ല കേട്ടോ, ഒന്നും ആയില്ല. ഞാൻ ഫുൾ ടൈം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 9 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ ഉണ്ട് 17 മിനിറ്റ്. അപ്പോൾ ഞാൻ വിചാരിക്കണേ ഇരുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് അടുക്കള ക്ലീൻ ചെയ്യാൻ മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ എഡിറ്റിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമുക്ക് ഇത് കാണിക്കാം അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഒരു കട്ടിംഗ് ടേബിളാണ്. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാം. ടേബിൾ അല്ല, കട്ടിംഗ് ബോർഡാണ് ടേബിളിന്. ഇനി ഇത് താഴെ അമ്മ ഹെൽപ്പ് ചെയ്തോട്ടെ. അയ്യോ പൊട്ടിക്കോ. ഇത് ഇങ്ങനെ ആക്കാം, താഴത്തേക്ക് ആക്കുക. എന്നിട്ട് പച്ചക്കറിയും എല്ലാം കഴുകുക. പിന്നെ ഇതാ ഇവിടെ ഒരു ഓട്ടയുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതിലിട്ടിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തിട്ട് ഇതിലിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കഴുകാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളമൊക്കെ പോവല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജ്യോതിജിയ സ്റ്റോർ ഞാൻ മേടിച്ചതാണ്. ഇത്തവണ 2-3 സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം അവരുടെ സ്റ്റോർ. ഞാൻ പറഞ്ഞില്ലേ 2-3 തവണ നമ്മൾ ഹോൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഒരു സെക്കൻഡ് മുന്നേ ഇത് അടച്ചു വെക്കട്ടെ.
അപ്പോൾ ജ്യോതിജിയ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കുഞ്ഞു കൈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആക്കാം, നമുക്ക് അടച്ചു വെക്കാം. നല്ല അല്ലേ, ഒരു അടിപൊളി സെറ്റപ്പാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ എല്ലാ വെജിറ്റബിൾസും അകത്തേക്ക് പോകും. കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു പാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. അപ്പോൾ അടുത്തത് ഞാനൊരു സാധനം കാണിച്ചു. ഓക്കെ, ഇത് ക്യൂട്ടാട്ടോ. ഇത് ട്രാവൽ ഗ്ലാസ് ആണ്. ഇത് ഇങ്ങനെയാവും ഉണ്ടാവുക. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല, ഇത് ഇങ്ങനെയാണ് ഉള്ളത്. ഏട്ടാ മാജിക് കാണിച്ചു തരാം. അക്ര ബുക്ര ബുക്ര ബൂം. ഇത് ഗ്ലാസ്സാ. നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാം കേട്ടോ, ബോട്ടിലും. അപ്പൊ ഇന്ന് കുട്ടിക്ക് വെള്ളം കുടിക്കാനായിട്ട്. എനിക്ക് കഴുത്തിന് ചൂട് പിടിക്കാൻ ഞാൻ ഹോട്ട് വാട്ടർ ബാഗ് മേടിച്ചു. നമ്മുടെ ഇവിടെ ഉള്ളത് ഒട്ടും ക്യൂട്ടല്ല. അത് വേണം. അപ്പൊ ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കഴുത്തിടും. എന്റെ കഴുത്ത് ലീക്കാവില്ല. ഗോഡ്, എന്നെ കഴുത്ത് തന്നെ ചൂട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനത്തെ റോസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലവേഴ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ 3 റോസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തല്ല കേട്ടോ, ഇത് അവർ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നതാ. എപ്പോഴും എന്തെങ്കിലും ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് അയച്ചു തരും, ഏതെങ്കിലും ഒരു ഐറ്റം. ചിലപ്പോൾ ഒരു കുഞ്ഞു നോട്ട്ബുക്ക് ആയിരിക്കും. ഇതിപ്പോൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താ ഉള്ളത്? ഇമ്മക്കുട്ടിയുടെ ഫേവറേറ്റ് യൂണിക്കോൺ. ഇത് ബ്ലോക്സ് ആണ്. എന്തോ പ്രത്യേക കളിക്കില്ലേ നമ്മള്. ഇത് 500 രൂപയ്ക്കാണ്, പക്ഷെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ 450 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മേടിച്ചു കേട്ടോ. നമുക്കിത് രാത്രി കളിക്കാം. ഓക്കെ, രാത്രി ഫ്രീ ആയിട്ട് കളിക്കാം കേട്ടോ. അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചി ഇവിടെ അടിച്ചു വാരി തുടച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പോകും. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടിച്ചു വാരി തുടച്ചിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോഴേക്കും ഞാൻ എഡിറ്റിംഗ് തീർക്കട്ടെ. അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്തു കേട്ടോ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇട്ട് കാണിച്ചിട്ട് അതിലേക്ക് ഇനി ആഡ് ചെയ്യണം. എന്തായാലും തീർത്തു. അപ്പോൾ ഇനി ഇന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെക്കണം നാളത്തേക്കുള്ള വീഡിയോയ്ക്ക്, അല്ലെങ്കിൽ നാളെ ഭയങ്കര ഹറിബറി ആയിരിക്കും. അപ്പോൾ ഇതേ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്. നല്ല രസമില്ലേ കാണാൻ? ഞാൻ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് ചൂടാക്കാം, ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാം. ഇമ്മക്കുട്ടി ഇതേ ഇപ്പോൾ കാത്തു സീരിയൽ കാണാം. എൻ്റെ ദൈവമേ, 1:30 ആയോ സമയം? 1:30 കഴിഞ്ഞു എന്ന് അതിൽ കാണിക്കുന്നത്, പക്ഷെ 10 മിനിറ്റ് ഫാസ്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 1:30 ആണ് കേട്ടോ സമയം. വേഗം കഴിക്കും, 1 മണിക്ക് കഴിക്കാറുള്ളത്. വിശദമായിട്ട് വയ്ക്കാം. ഇന്ന് ഇമ്മക്കുട്ടിയുടെ ക്ലാസ് 12:30 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ മൊത്തം ലേറ്റായി. ക്ലാസ് കഴിഞ്ഞ് ഇമ്മക്കുട്ടി ബീൻ ബാഗിലേക്ക് ഒറ്റ വീഴ്ചയാണ്. എന്നിട്ട് റിമോട്ട് എടുത്തിട്ട് ആ കാർട്ടൂണിൻ്റെ സീരിയൽ കാണും. സീരിയലല്ല, കാർട്ടൂൺ കാണും. ആര് പറഞ്ഞു ഞാവൂ ഞാനാ നിങ്ങളുടെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാൻ ഇഷ്ടം? എനിക്കിഷ്ടമില്ല. കുട്ടിക്കോ? പിന്നെ വേറൊരു കാർട്ടൂൺ കാണട്ടോ. ഏതാടാ? കേശുവും കൂട്ടുകാരും. 1/2 മണിക്കൂർ കണ്ടു ഇമ്മക്കുട്ടി. അത് ഓഫ് ചെയ്യൂ. സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇനി എടുത്തു വെക്കണം. വരും, നമുക്ക് ഭക്ഷണം കഴിക്കാം. വീകാവട്ടെ. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്, ഗ്രീൻ പീസ് കറി ഉണ്ട്, ചെമ്മീൻ ഉണ്ട്. ഞാൻ ചെമ്മീൻ എങ്ങനെയുണ്ട് എന്ന് പറയാം കേട്ടോ. നമ്മളിങ്ങനെ അധികം വെക്കാറില്ല ചെമ്മീൻ. കേട്ടോ, ഇഷ്ടമായില്ല. എനിക്ക് ഇഷ്ടമായില്ല. ഈ നഖം എടുത്തിട്ട് വേണം എനിക്ക് ഭക്ഷണമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട്. അപ്പം എനിക്ക് എന്താ പേടിയെന്ന് വെച്ചാൽ ഈ മഞ്ഞളൊക്കെ തട്ടുമ്പോണ്ടല്ലോ ഈ വൈറ്റ് മാറി. ഇപ്പൊ തന്നെ ഇതേ ഇതിന്റെ വൈറ്റ് മാറിയിട്ട് യെല്ലോ ആയി തുടങ്ങി. ഇത് കണ്ടോ വ്യത്യാസം? ലെഫ്റ്റ് ഹാൻഡിലത്തെ വൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡിലത്തെ ഈ യെല്ലോയിഷ് ആയി തുടങ്ങി ഇപ്പൊ തന്നെ. ഇതാടാ ഷൂട്ട് കഴിയണവരെ എങ്ങനെയെങ്കിലും ഇത് കൺട്രോൾ അങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ട് ഇത് പിന്നെ മഞ്ഞ ആയാലും കുഴപ്പമില്ല. അമ്മ ഫുൾ ടേബിൾ വൃത്തിയാക്കുക. ഞാനിങ്ങനെ ആട്ടോ പാത്രം കഴിഞ്ഞാൽ നഖം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1-2 പാത്രമൊക്കെ ആണെങ്കിൽ എന്താ ഓടിപ്പോണം, ഉറുമ്പാണോ? 1-2 പാത്രമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഗ്ലൗസ് ഒന്നും ഇടാറില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് പാത്രം, ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ പാത്രവും കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഭയങ്കര പാത്രം കഴിയില്ല അല്ലേ? അമ്മ കഴുകി തരാം കുഞ്ഞു. ഇത് ഇഷ്ടം കൂടാമോ? ഇന്നും കൂടാലിന്നല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാനേ.
ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്തു. സൗണ്ട് എന്താ ചെറിയ സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ കുറയും. അല്ല സ്പൂൺ അതിന്റെ സൈഡില് ഏതിന്റെ സൈഡില് അതിലിട്ടു. അപ്പൊ ഈ പാൻ ഉണ്ടല്ലോ ജസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിപ്പോ പിന്നെയും തുരുമ്പോ ഒന്നും ചോദിച്ചാൽ മതി. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, പക്ഷെ ഇത് കുക്ക് ചെയ്താൽ വൻ അടിപൊളിയാട്ടോ. പിന്നെ നിലവും കൂടി തടച്ച കഴിഞ്ഞു. അപ്പോൾ ഇതേ കഴിഞ്ഞു കേട്ടോ, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇടനേരത്ത് കഴിക്കാനുള്ള ബ്രെഡാണ് ഇരിക്കുന്നത്, അത് കൊടുക്കുന്ന ബ്രെഡും തീർക്കാം. അപ്പോൾ ഇനി ഒരു 10 minutes റെസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അയ്യോ ഇനി പുറത്തേക്ക് വാടാ. 2:45 സമയം. നമ്മൾ 1:30 ഭക്ഷണം കഴിച്ചല്ലേ. ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി തുടച്ച് വൃത്തിയാക്കി 10 minute കിടക്കാം. എന്നിട്ട് കറക്റ്റ് 3 മണിക്ക് നമ്മൾ എണീക്കും. ഞാൻ അലാം വെക്കാം. 3 മണിക്ക് എന്നിട്ട് 3 മണി തൊട്ട് 5 മണി വരെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, റെഡിയായി ഒക്കെ ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും 5 മണി വരെയാവും അല്ലേ. അതില്ലേ ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് എന്നാണ് ചാനലിന്റെ പേര്. ആദ്യം എനിക്ക് തോന്നുന്നു അവരുടെ ചാനലിന്റെ പേര് ബലേബേഷ് എന്നായിരുന്നു. അത് പക്ഷെ കോപ്പിറൈറ്റ് കിട്ടിയിട്ട് പിന്നെ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് കണ്ടു. നല്ല അടിപൊളിയാണ് കേട്ടോ. മലയാള സിനിമയിലെ ഇങ്ങനത്തെ അങ്ങനെ റിലീസൊന്നും ആവാത്ത, അല്ലെങ്കിൽ റിലീസായിട്ട് അധികം വിയേർഡായിട്ടുള്ള കുറച്ച് സിനിമകളുണ്ടല്ലോ. എങ്ങനത്തെയാ പറയാ, പൊട്ടയാന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും നല്ലതെന്ന് ഉദ്ദേശിച്ചിട്ട് എടുക്കണേ ആയിരിക്കും. പക്ഷെ എന്നാലും വേണമെങ്കിൽ നമ്മുടെ ഭാഷ പൊട്ട സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, എന്നുവെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടാവും അവർ ചെയ്യുന്നുണ്ടാവുക, നമുക്ക് കാണുമ്പോൾ കോമഡി കിട്ടുന്നു. അങ്ങനത്തെ സിനിമകളുടെ റിവ്യൂ ആണ് കേട്ടോ അവർ ചെയ്യണത്. എന്താ വേണ്ട ഇൻസ്റ്റാഗ്രാം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജോ അപ്പൂപ്പൻ ബോയ്സ് എന്നാണ് കേട്ടോ ആ ചാനലിന്റെ പേര്. ഞാൻ കുറെ നാളായി പറയണമെന്ന് വിചാരിക്കണം. അപ്പൊ ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ചാനൽ ഒന്ന് കണ്ടു നോക്കൂ, നല്ല കോമഡി ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പൻ ബോയ്സ്. ഞാൻ മുഖം കഴിഞ്ഞിട്ടോ. അപ്പൊ അതേ നമ്മള് ഫസ്റ്റ് ഡ്രസ് ഇട്ടു. കമ്മലിടാം. ഞാൻ കമ്മല് മാത്രമേ മാറ്റി മാറ്റി ഇടുന്നു. കുഴപ്പമില്ല അല്ലെ, ക്ഷീണം തോന്നുന്നുണ്ടോ? ഉറക്ക ക്ഷീണം. ഉണരൂ 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 ഉണരൂ. കുഴപ്പമില്ല തോന്നുന്നുണ്ടോ? അമ്മയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. നോക്കട്ടെ, ഒരു വെളിച്ചം കാണാമല്ലോ. ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോന്റെ ഒരു സെറ്റപ്പ്. റിംഗ് ലൈറ്റും കൊണ്ടു വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അപ്പോൾ അത്യാവശ്യത്തിന് വെളിച്ചമുണ്ട്. എന്നാലും ദൂരേക്ക് പോകും തോറും ഒത്തിരി ലൈറ്റിങ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ ഞാൻ തനിയെ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ എടുക്കണത്. ഒരാൾ കണ്ടോ, എന്താ ഇത്? പംസ് വീഴും കേട്ടോ, അതൊക്കെ പറഞ്ഞു വീഴും. അപ്പോൾ ഇത് ഒരു ഔട്ട്ഫിറ്റിൻ്റെ കഴിഞ്ഞു. ഇനി എനിക്ക് ഫോട്ടോ എടുക്കണം. ഇൻകുട്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തടാ. ഇൻകുട്ടിയാണ് അമ്മയ്ക്ക് ക്ലിക്ക് ചെയ്ത് തരുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ അതിൻ്റെ സെറ്റിംഗ് ഒന്ന് മാറ്റും ഫോട്ടോ എടുക്കുമ്പോൾ. എന്നിട്ട് ഞാനിതൊരു ടൈമറിൽ വെക്കും കേട്ടോ. 10 സെക്കൻഡിൻ്റെ ടൈമറിലാണ് വെക്കണേ. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഞാൻ തനിയെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് നീങ്ങി നിൽക്കും, ആൻഡ് ദെൻ പോസ് ചെയ്യും. 10 സെക്കൻഡ് ആകുമ്പോൾ റെഡി. നീ മുക്കുട്ടി ഒന്ന് ക്ലിക്ക് ചെയ്താടാ. അടുത്ത ഡ്രസ്സാണ് ഇത്. കമ്മലും ഡ്രസ്സും പക്ക മാച്ചിങ് ആയിട്ടില്ലേ? ഓ, എനിക്ക് സന്തോഷം. ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ ഈ കമ്മലാണ് കേട്ടോ ഫസ്റ്റ് ഓർത്ത്. ഞാൻ വിചാരിച്ചു കറക്റ്റ് ആണല്ലോ എന്നുള്ളത്. ഞാൻ വിചാരിക്കും ചെയ്തു ഇത് ഇടുമ്പോൾ തന്നെ, ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്തായാലും ഈ കമ്മൽ ഇടണം എന്നുള്ളത്. കാണിച്ചു തരാം കേട്ടോ. വേണ്ടോ, ഇത്ര ക്ലോസ് ആയിട്ടാ പോവാ. ഇതാ ഭയങ്കര ശബ്ദം. ഇനി ജെറ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ ഇതിലും കുറച്ചുകൂടി ക്ലോസ് ആയിരിക്കും, ഇതിൻ്റെ ഇരട്ടി ശബ്ദം. അതുകൊണ്ടാണ് ഈ വർത്താനം പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഫ്ലൈറ്റ് പോകുമ്പോഴൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നിർത്തണം. എനിക്കാണെങ്കിൽ ഒരു തവണ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തുടങ്ങാൻ പാടാം. അപ്പോൾ എനിക്ക് ആദ്യം പുതിയ തുടങ്ങേണ്ടി വരും. ആ ഒരു കണ്ടിന്യൂറ്റി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അടുത്ത പോസിങ് നോക്കാം. അമ്മ അടുക്കുകയാണ്. കഴിഞ്ഞിട്ടില്ലടാ.
ഇതെങ്ങനെയുണ്ട് ഈ ഡ്രസ്സിന്, ഈ കമ്മല്? അടിപൊളി അടിപൊളി അടിപൊളി. ഇതിടാ അല്ലേ? അപ്പോൾ ഇതേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഈ കുർത്ത ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി ഹോൾ വീഡിയോ വന്നതിന് ശേഷമാവും ഈ വ്ളോഗ് വീഡിയോ വരിക. ഞാൻ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഈ കമ്മലാണ് ഞാൻ ഈ ബ്ലാക്ക് ചിക്കൻ കറി കുർത്തയുടെ ഒപ്പം ഇട്ടിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ല ഷെയ്ഡാണ് ഇത്. പക്ഷേ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ കുറച്ചൊന്നിങ്ങനെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യണം. പക്ഷേ ഭയങ്കര വില കുറവാണ്. 100 രൂപയോ 110 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. ചിലപ്പോഴൊക്കെ നമുക്ക് 100 രൂപേനെ കണ്ണും താഴെ കിട്ടും. ഞാൻ എന്തായാലും അതിൽ ലിങ്ക് ഇടാം കേട്ടോ താഴെ. പിങ്ക് ബ്ലോസം എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഡസ്കി സ്കിൻ ടോണിന് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചേരും. കുറച്ചുകൂടി ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് ഒരു ഔട്ട്ലൈനർ വരയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ നല്ലതാണ്. ഞാൻ ലൈറ്റായിട്ടൊന്നും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒതുക്കൽ പരിപാടിയുള്ളൂ. ഞാനിത് ഇങ്ങനെ 2 minutes ആയിട്ട് ഇരിക്കുന്നു. ചെറിയ മടി പോലെ. ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ സമയമായിട്ട് കഴിഞ്ഞോ. അതെ 5:30 ആവാറായിട്ടോ സമയം. അപ്പം ഞാൻ വേഗം മാറ്റി ജിം ഡ്രസ്സിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പോൾ വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ജിം ഡ്രസ്സ് ഇടാന്നുണ്ടെങ്കിൽ എനിക്ക് വട്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് വേഗം ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഇതിൽ ടോസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ ഞാൻ ബ്രെഡ് ഇതുവരെയും ടോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ബൺ ടോസ്റ്റ് ചെയ്തിട്ട് ഒരു ഫെയിലിയർ ആയിരുന്നു. നമുക്ക് നോക്കാം ഇതിലൊന്ന് നെയ്യിടാം കേട്ടോ. ഇതിൽ നന്നായിട്ട് നെയ്യ് ഒഴിക്കാം. അപ്പൊ ഞാൻ റിവ്യൂ അയച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് അധികം നേരം കാണിക്കണ്ടെന്നാണ്. ഒരു മേ ബി ലൈക്ക് 30 seconds കഴിയുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനാണ് പറയണത്. ഭയങ്കര മോരിച്ചിട്ടില്ല നമ്മള്, പക്ഷെ എന്നാലും അത്യാവശ്യത്തിനായിട്ടുണ്ട് കേട്ടോ. ജിമ്മിൽ പോയിട്ട് ഇപ്പതേ 1 മാസമല്ലേ ആവുള്ളൂ. അതിനെ ഞാൻ കൃത്യമായിട്ട് പോകുന്നില്ല കേട്ടോ. ആഴ്ചയിൽ 5 ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും 4 ദിവസമൊക്കെ ചില സമയത്ത് പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആവണില്ല. ശരിക്കും ഇനി ഒരു 5-6 മാസമൊക്കെ റെഗുലർ ആയിട്ട് പോയാലേ കഴുത്ത് വേദനയ്ക്കൊരു കുറവുണ്ടാവും. മെലിഞ്ഞിട്ടാണെങ്കിലും തടിച്ചിട്ടാണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. നമുക്കൊരു ഫിസിക്കൽ എക്സസൈസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് ജിമ്മിന് പോകണം, യോഗയ്ക്ക് പോകണം ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് നടക്കുക അല്ലെങ്കിൽ ഓടുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. എസ്പെഷ്യലി ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. മെലിഞ്ഞിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയും നീ ഇപ്പം ഇങ്ങനെ ഓടാൻ പോടേ, അല്ലെങ്കിൽ എല്ലാം തോന്നുക. ഇനിയിപ്പോൾ ഉള്ളിൽ തപ്പിയെടുക്കും. വർത്തമാനം പറഞ്ഞിട്ട് കരിഞ്ഞു നട്ടുകയാണ്. ഇനിയിപ്പോൾ ഉള്ളിൽ തപ്പിയെടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പറയും ആൾക്കാർ. അങ്ങനെയൊക്കെ പറയും. പക്ഷെ മെലിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല. ഞാൻ മെലിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ മസിൽസൊക്കെ വീക്കായിരുന്നു. അപ്പം ഞാനത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ മുന്നേ തന്നെ ജിമ്മിലൊക്കെ പോയിട്ട് പ്രസവത്തിനെക്കാട്ടും മുന്നേ എൻ്റെ മസിൽസൊക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇത്ര എനിക്ക് ഒരുപാട് വയറിടുന്നല്ല ഞാൻ പറയണം. പക്ഷെ ഉള്ളത് എനിക്ക് കുറയ്ക്കാൻ പറ്റാത്ത വയറാണ്. ഞാൻ എത്ര എക്സസൈസ് ചെയ്താലും കുറയ്ക്കാൻ പറ്റാത്ത വയറാണ്. കാരണം എനിക്ക് ഡയാസ്റ്റസിസ് റെക്ടയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസ് ഭയങ്കര വീക്ക് ആയതുകൊണ്ട് സംഭവിച്ചതോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആരെന്നൊക്കെ പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യണ്ട. ചെറുപ്പം മുതൽക്കേ ശരിക്കും സ്പോർട്സിലൊക്കെ ചേരണം. താല്പര്യം ഇല്ലെങ്കിലും സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് സമ്മാനം മേടിക്കാനൊന്നുമല്ല, പക്ഷെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് തരാട്ടോ. ആവണേ ഉള്ളൂ ബേബി. സമ്മാനം മേടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ആൾക്കാർ പലതും പറയും, അതൊന്നും കേൾക്കരുത്. എസ്പെഷ്യലി മെലിഞ്ഞിരിക്കുന്നവർ ഒട്ടും കേൾക്കരുത്. എല്ലാവരും പറയും നീ ഇതിനെ ചാടണേ, നീ അതിനെ ചാടണേ, നീ അല്ലെങ്കിൽ അങ്ങനെ ആ കാറ്റ് വന്നാൽ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയിച്ചാലും നമ്മൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സസൈസ് വേണം കേട്ടോ. ഓക്കെ, അതിനാണ് ഞാനും ജിമ്മിൽ പോണത്. കാരണം ഞാൻ ഒരുപാടായി ഇപ്പോൾ കേൾക്കണു. ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ഞാനിത് ലാസ്റ്റാണ് പറയണത്. ഇനി ആരെന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല. ജിമ്മിൽ പോവാൻ ഭയങ്കര നടക്കാനോ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ടോസ്റ്റർ ഇപ്പം മോശമില്ല, നോക്കി യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് ടൈമിംഗ് ആണെങ്കിൽ നല്ല അടിപൊളി ടോസ്റ്റ് ആയിട്ട് വരും. ഇതിനുള്ളിൽ വേണമെങ്കിൽ മുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി. കുട്ടി അമ്മാതെ പോയി. മുകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ അമ്മ പോണില്ല കേട്ടോ. വീഡിയോ കോൾ വിളിക്കാം. അപ്പൊ ഞാൻ പോണില്ല. ബൈ ബൈ. എന്നെ ഉന്തി വിടണു. അമ്മ പൊക്കോളൂ എന്ന് പറയും. ബൈ ഏട്ടാ. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു കേട്ടോ. ഞാനൊരു 5:45 വന്നതാണ്. ഇപ്പോൾ സമയം 7:41. ഇന്ന് ഭയങ്കരമായിട്ട് കൂടിപ്പോയിട്ടോ.
കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്തു, കുഴപ്പമില്ല, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ആളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊന്നും വർക്കൗട്ട് ഒന്നും ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം സൗകര്യം പോലെ ചോദിച്ചിട്ട്, അതല്ലെങ്കിൽ രാവിലത്തെ നേരമാകുമ്പോൾ എനിക്ക് പറ്റാതെ അവധി യാത്രയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നാളെ നേരത്തെ എണീറ്റിട്ട് രാവിലെ തന്നെ ഓട്ടം തീർക്കാം. അങ്ങനെയാകുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. വൈകിട്ടൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്കൊന്നും ബ്രേക്ക് ആവില്ല. അപ്പോൾ നന്നായി അങ്ങനെയാകുമ്പോൾ രാവിലെ പാർക്കിലും ആരും ഉണ്ടാവില്ല, അവിടെ വർക്കൗട്ടിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ കുഴപ്പമില്ല, നാളെ അവധിയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റന്നാളും പിറ്റേന്നും ഞാൻ മിക്കവാറും അവധി എടുക്കും. കാരണം തേഴ്സ്ഡേ അല്ലേ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഹലോ ഏട്ടാ, ഞാനിന്ന് എത്ര കിലോ പൊക്കിന്നറിയോ? 50. ഞാനിപ്പോൾ ഇതാ എൻ്റെ പാല് കുടിക്കുകയാണ്. ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കുടിച്ച് ഞാൻ ഉടനെ ഭക്ഷണവും കഴിക്കും. ക്ഷീണിച്ചു വന്ന് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. ഇമ്മക്കുട്ടിയും കുളിച്ചു അല്ലേ? ഇമ്മ എനിക്ക് മോയ്സ്ചറൈസർ തേച്ച് തരാം. നമ്മുടെ ഫേവറേറ്റ് ഹോബിയാണ് മോയ്സ്ചറൈസർ. ഇങ്ങനെ എൻ്റെ അത് ഏട്ടൻ്റെ മുഖത്ത് അതിങ്ങനെ തേച്ച് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി പോയതാണ് കേട്ടോ. രാവിലെ ഇല്ല, ഏകദേശം ഉച്ച സമയത്ത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ ചൂടാക്കൊന്നും ചെയ്യില്ല കേട്ടോ. ചേച്ചി 7 ചപ്പാത്തി ഉണ്ടാക്കും അല്ലേട്ടാ? ഏട്ടൻ 3, ഞാൻ 2, ഇമ്മക്കുട്ടി 1. അപ്പോഴും ഒരെണ്ണം എക്സ്ട്രാ എപ്പോഴും അല്ല. എന്നിട്ട് അത് ഞങ്ങൾ 3 ആളും കൂടി ഭാഗിച്ച് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നോക്കിയ പൈനാപ്പിൾ ഉണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ. പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞങ്ങൾ കഴിച്ചു തീർത്തു. ഇപ്പോഴത്തെ എത്രയേ ഉള്ളൂ ഈ മാങ്ങ. അപ്പോൾ ഇതേ നമ്മുടെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ആ 2 പാത്രം ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കാം കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നാളെ രാവിലത്തേക്ക് വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. ഗ്ലാസ് അല്ലടാ, ഒന്ന് ഞാൻ ഓസിവയുടെ ഇതാണ്, ഞാൻ കഴുകി. പക്ഷെ എന്നാലും ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കാം, ഒന്നും കൂടി നന്നായി പോവാൻ വേണ്ടിയിട്ട്. ഹാപ്പി മീ ഹാപ്പിയസ്. താങ്ക് യു കുട്ടി. ഇതില് ചൂടുവെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുണ്ടല്ലോ, ഭയങ്കര വലുതാ. അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടും. നല്ല ചൂടുണ്ട് പോലും, ചൂടുണ്ട്. അപ്പൊ ഞാൻ കഴുത്തില് ഈ മൂവ് പരട്ടിയിട്ട് ഒന്ന് ചൂട് പിടിക്കാച്ചിട്ടാണ്. കുഞ്ഞു ടോയ് എടുത്തിട്ട് വേണം, എന്നിട്ട് നമുക്ക് കളിക്കാൻ കുറച്ചു നേരം, എന്നിട്ട് കുട്ടി ഉറങ്ങിക്കോളും. ഈ കഴിഞ്ഞ എന്താ വരണ്ടേ? അപ്പൊ ഇതില് 4 എടുത്തിട്ട് ഇവിടെ വെക്കൂ. നമ്പേഴ്സ് ഒക്കെ പഠിക്കാലോ അങ്ങനെ. അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണ്ടേ? ഞാനിന്ന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വിറ്റമിൻ സി സിറമാണ് കേട്ടോ. ഇത് ഡെർമാക്കോണിൻ്റെ വിറ്റമിൻ സി സിറമാണ്. ഇനി ഞാനൊരു ഹൈഡ്രോണിക് ആസിഡും കൂടി അതിൻ്റെ സിറം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയ്ക്കൊന്നും വേണമെന്നില്ല, ഞാൻ 2 സിറം അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. വളരെ റെയറായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. രാവിലത്തെ ഒരുവിധം സമയത്തൊക്കെ സ്കിപ്പ് ചെയ്യും. ഇതെനിക്കൊരു സന്തോഷമാണ്. എന്നുവെച്ചാൽ എന്താ പറയുക, രാത്രി നേരത്തെ കിടക്കണേക്കാളും മുമ്പ് എനിക്ക് വേണ്ടി ഞാൻ എന്തോ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. രാത്രി നേരത്തെ അങ്ങനെ വലിയൊരു പ്രോസസ്സൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു പ്രോസസ്സാണ്. പക്ഷെ എന്നാലും അത്രയെങ്കിലും അത്ര നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്ന് തോന്നുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടി കഴിഞ്ഞു. ഇത് ഇൻഡൽജിയോ ഹെയർ വൈറ്റലൈസറാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണില്ല. ജസ്റ്റ് ഞാൻ അടങ്ങാൻ പോവാ. ഞാൻ തൊപ്പിയുടെ ജാക്കറ്റിന്റെ തൊപ്പിയൊക്കെ ഇട്ട് റെഡിയായി ഉറങ്ങാനിരിക്കുക. ഗുഡ് നൈറ്റ്. ഇമ്മക്കുട്ടി ഉറങ്ങുമ്പോ എന്താ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക? അത് കൂടി ഒന്ന് പറഞ്ഞോളൂ. ആൽത്തൊരു ഹനുമാനി വേഷം, കാണാനത്തെ വേഷം കണ്ടാലും ആൽത്തത്തെ മുന്നേ നമസ്തേ. നമസ്തേ ഒന്നുമില്ല കേട്ടോ, അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയണേന്ന്. പേടി സ്വപ്നമൊന്നും കാണാണ്ടിരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് കിടക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് തീർത്തു കേട്ടോ. ഇനി കുറച്ച് എഡിറ്റ് ചെയ്യണം. എനിക്ക് സ്ക്രീൻഷോട്ട് റെക്കോർഡർ ആഡ് ചെയ്യാണ്ട്, അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇപ്പോൾ ഇതേ നമുക്ക് 12 മണിയായി സമയം. എവിടെ 11:54 സമയം. ഇനി എനിക്കിരിക്കാൻ വയ്യ, ഉറക്കം വന്നിട്ട് വയ്യ കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൂങ്ങി വീഴാറായി. എന്തായാലും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്ക്രീൻഷോട്ട് മാത്രം ആഡ് ചെയ്യണത് നാളെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ടു ഡു ലിസ്റ്റ് നോക്കാം. കുക്കിംഗ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഹോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ജിമ്മിൽ പോയി,
ക്ലീനിങ് കാര്യമായൊന്നും ചെയ്തില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് എടുത്തൊരു കുഞ്ഞ് ബെലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.